കർത്താവ് പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിൽ സ്നേഹം അറിയിക്കുകയാണ്. വീണ്ടും നല്ലതും മനോഹരമായ ഒരു പ്രഭാതം നമുക്ക് ദൈവം തന്നെ ഓർത്തു. പ്രത്യേകിച്ച് ഇന്നത്തെ പ്രഭാത ധ്യാനത്തിൽ പ്രേക്ഷകരായി നമുക്ക് ഒരുമിച്ച് ദൈവം ധ്യാനിക്കുവാൻ നല്ല ഒരു അവസരം നൽകി ഓർത്ത് ഞാൻ ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ദൈവവചനങ്ങൾ നിങ്ങൾ കേൾക്കുന്നു എന്നറിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാവരെയും ഇത് കേൾക്കുവാനും ദൈവം പഠിക്കുവാനുള്ളതായ അവസരങ്ങൾ ഒരുക്കുവാൻ പ്രേക്ഷകരായ വിശ്വാസികളായ നിങ്ങൾ പ്രവർത്തിക്കണം, സഹായിക്കണമെന്ന് ദൈവം ഓർപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം ഇതാണ്: നമ്മുടെ അനുസരണം വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്നതിന് ദൈവത്തെ സഹായിക്കും. വേദഭാഗം നമുക്ക് നൽകിയിരിക്കുന്നത് ആവർത്തന പുസ്തകം 26-ാം അധ്യായം 17-ാം വാക്യമാണ്. ആവർത്തന പുസ്തകം 26-ാം അധ്യായം 17-ാം വാക്യമാണ്. യഹോവ നിനക്കും ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴികളിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവിക ന്യായപ്രമാണത്തിന്റെ ഓരോ തത്വത്തിനും നാം വിശ്വസ്തരും അതുപോലെ തന്നെ സത്യസന്ധരുമായിരിക്കണം. അല്ല, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിക്കണമെങ്കിൽ ഓരോ വിശ്വസ്തരായ ദൈവമക്കളും എന്തായിരിക്കണം? വിശ്വസ്തരും സത്യസന്ധരുമായിരിക്കണമെന്ന് വേദഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. മാത്രമല്ല, ദൈവത്തിന്റെ ന്യായപ്രമാണം അതിൽ അടങ്ങിയിരിക്കുന്നതായ അറിവിനെ കുറിച്ച് ദൈവമക്കളെ നമ്മൾ എന്ത് ചെയ്യണം? നന്നായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രമാത്രം വലുത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ സഹോദരി സഹോദരന്മാരെ, ദൈവ വാഗ്ദത്തങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിൽ ധ്യാനിച്ചു വേണം നമ്മൾ പ്രാർത്ഥിക്കുക. ദൈവം ധാരാളം വാഗ്ദത്തങ്ങൾ വേദത്തിൽ നൽകിയിരിക്കുന്നു. നമ്മുടെ മക്കളെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്, ഭാര്യയെ കുറിച്ച്, സഭയെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച്, വിശ്വാസത്തെ കുറിച്ച് അനവധി വാഗ്ദത്തങ്ങളെ കുറിച്ച് വേദപുസ്തകത്തിലൂടെ നമുക്ക് ഇത് പ്രാപിക്കണമെങ്കിൽ, ഇത് പ്രാപിച്ചെടുക്കണമെങ്കിൽ ഒന്ന് എന്താണ്? നമ്മുടെ അനുസരണം. അത് നമ്മൾ എന്ത് ചെയ്യണം? പാലിച്ചാൽ മാത്രമേ കഴിയൂ. ഈ അനുസരണം പാലിക്കുന്നതിലൂടെയാണ് വാഗ്ദത്തങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹം എന്നോണം എന്നെയും എന്റെ കുടുംബത്തെയും സംരക്ഷിക്കുന്നത്. മറ്റൊരു കാര്യം ചിന്തിക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾ അവയെ പൂർണ്ണ ഹൃദയത്തോടും എന്ത് ചെയ്യണം? പൂർണ്ണ ആത്മാവോടും കൂടി ആചരിക്കുകയും പ്രമാണിക്കുകയും വേണമെന്ന് പറയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ വചനങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ എന്ത് ചെയ്യണം? അത് നമ്മൾ പാലിക്കുക തന്നെ വേണം. ദൈവം പറഞ്ഞ കാര്യങ്ങൾ, ദൈവം നൽകുന്ന വാഗ്ദത്തങ്ങൾ അതെന്ത് ചെയ്യണം? എല്ലാം പൂർണ്ണതയായിരിക്കണം, എല്ലാം പൂർണ്ണ മനസ്സോടെ ആയിരിക്കണം, എല്ലാം പൂർണ്ണ ഹൃദയത്തോടെ. ഇതെങ്കിൽ മാത്രമേ വാഗ്ദത്തങ്ങൾ പിടിച്ചു പറ്റുന്നതിന് കഴിയുള്ളൂ. അപ്പൊ അനുസരണം എന്താണ് വാസ്തവത്തിൽ ചിന്തിക്കുന്നത്? നമ്മൾ വിശ്വാസത്തിലായിരിക്കുമ്പോൾ പല പ്രതിസന്ധികളും ആപൽഘട്ടങ്ങളും ജീവൻ മരണ പോരാട്ടവും ഒക്കെ നമ്മുടെ സംഭവിക്കാം. പക്ഷെ ഇത് സംഭവിക്കുമ്പോൾ വിശ്വാസം നമ്മൾ എന്ത് ചെയ്യരുത്? അനുസരണക്കേടിന് ദൃഷ്ടാന്തരായി തീരരുത്. ആദാമിനെ ഹവ്വയും പോലെയും ദൈവം പറഞ്ഞ വാക്കുകൾ അവര് ലംഘിച്ചു, അനുസരണക്കേടിൽ ഭാര്യപുത്രന്മാരായി തീർന്നു. അതുപോലെയല്ല, നമ്മൾ യഥാർത്ഥത്തിൽ അനുസരണമുള്ളവരായിരിക്കുകയാണെങ്കിൽ നമുക്ക് പറഞ്ഞറിയരുത് വാക്യം പ്രാപിക്കുന്നത്. യോസഫിന്റെ കാര്യം നമുക്കറിയാം. ദൈവം പറഞ്ഞ വാഗ്ദത്തം അത് സ്വപ്നങ്ങളിലൂടെ കാണിക്കുന്നിടയായി. പക്ഷെ യോസഫ് പിന്നെ എന്തെല്ലാം കഷ്ടനഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. സഹോദരന്മാര് അലാൽ അവൻ പൊട്ടക്കിണറ്റിലായി. പിന്നെ അവൻ 20 വെള്ളിക്കാശിനെ കച്ചവടം ചെയ്തു. പിന്നെ അവൻ അടിമയായി ജയിലിലായി. പക്ഷെ ഇതെല്ലാം സംഭവിച്ചപ്പോഴും ദൈവകൽപ്പന അവൻ അണുവിട തെറ്റാതെ അനുസരിക്കുവാൻ ഭാര്യപുത്രനായി തീർന്നു. അതുകൊണ്ടായി തീർന്നു ലോകമറിയുന്ന മിശ്രമിൽ ഒരു പ്രധാനമന്ത്രിയായി തീരുവാൻ ഇടയായി തീർന്നു. ഈ വാഗ്ദത്തങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ തലമുറയ്ക്ക് പ്രായോഗികമാക്കണമെങ്കിൽ ഒന്ന് ദൈവവചനത്തോടുള്ളതായ അനുസരണം. ഈ അനുസരണത്തിലൂടെ നമുക്കത്
പ്രാപിച്ചെടുക്കുന്നതിന് സാധിക്കും. നമുക്ക് തുടർന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആകയാൽ നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുകയും, ദൈവം പ്രസ്താവിക്കുന്നു, എന്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികൾ വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. മറ്റൊന്ന്, ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ, നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. എന്ത് അനുഗ്രഹമേറിയ വാക്തത്വമാണ് നമുക്കറിയിക്കുന്നത്. നിങ്ങൾ എന്റെ വാക്ക് കേട്ട് അനുസരിക്കുമെങ്കിൽ നിങ്ങൾ എനിക്ക് ആരായിരിക്കും? നിങ്ങൾ എനിക്ക് പ്രത്യേക സമ്പത്ത്, ആ സമ്പത്തിനുടമയായി ചെയ്യുവാൻ പ്രേക്ഷകരുടെ ദൈവമക്കളെ നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു? അത് ആഗ്രഹിക്കുകയാണെങ്കിൽ ഒന്ന്, ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം? അനുസരിക്കണം. ദൈവം നമ്മോട് എന്ത് പറഞ്ഞിരിക്കുന്നു അതനുസരിക്കണം. ഒരുപക്ഷെ ഇസ്രായേൽ മക്കളോട് ദൈവം അത് പറഞ്ഞു, അവർ അനുസരണക്കേട് കാണിച്ചു. അതിന്റെ ഫലമായി അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കാതെ നഷ്ടപ്പെട്ടു പോയി, ശാപഗ്രസ്തരായി തീർന്നു എന്നുള്ള വേദം നമ്മൾ പഠിപ്പിക്കുന്നു. എന്നാൽ ഈ യുഗത്തില് ദൈവമക്കളെ ദൈവത്തിന്റെ വാഗ്ദത്തം പ്രാപിക്കുന്നവരായി, ലോക മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായി അനുഗ്രഹിക്കപ്പെട്ട മക്കളായി തീരുവാൻ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഞാൻ വീണ്ടും ദൈവത്തിനോട് പറയുകയാണ്, ആവർത്തനം 26:17, യഹോവ നിനക്ക് ദൈവമായിരിക്കുമെന്നും നീ അവന്റെ വഴിയിൽ നടന്ന് അവന്റെ ചട്ടങ്ങളും കൽപ്പനകളും വിധികളും പ്രമാണിച്ച് അവന്റെ വചനം അനുസരിക്കണമെന്നും നീ ഇന്ന് അരുളപ്പാട് കേട്ടിരിക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അനുഗ്രഹങ്ങൾ കയ്യെത്തുന്ന ദൂരത്ത് നമുക്ക് പ്രാപിച്ചെടുക്കുവാൻ ദൈവകൽപ്പനയും യേശുവിന്റെ വിശ്വാസം കാത്തുകൊണ്ട് നമുക്ക് അനുസരണമുള്ള മക്കളായി തീരാം. അത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ മനോഹരമായ നല്ല പ്രഭാതത്തില് അനുസരണത്തിലൂടെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയും എന്ന് നമ്മൾ കേട്ടുപോയ ദൈവമേ, ഈ അനുഗ്രഹം ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്കുള്ളതാണല്ലോ. മാത്രമല്ല, ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായിരിക്കുമെന്നുകൂടെ ഞങ്ങളെ കേൾപ്പിച്ചതിനായി ദൈവത്തിന് സ്തോത്രം. പ്രേക്ഷകരായ ഓരോ ദൈവമക്കളെയും ദൈവത്തിന്റെ പ്രത്യേക സമ്പത്തായി തീരുവാൻ ഈ നിമിഷം പ്രതി അവരെ അനുഗ്രഹിക്കുമാറാകണം. ഇന്നിവിടെ സന്നിധി എല്ലാ പ്രിയപ്പെട്ടവരും അതുപോലെ ദൈവം അനുഗ്രഹിക്കണം. ദൈവം ലഭിച്ചതായ നല്ല സമയം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും ശക്തിയോടും കൂടെ സേവിച്ച് അനുസരിച്ച് ദൈവകൽപ്പന പ്രമാണിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ വാഗ്ദത്തങ്ങൾ പ്രാപിപ്പാൻ ഞങ്ങൾ ഏവരെയും ഒരിക്കലും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സകലവും താഴ്മയായി കെഞ്ചുന്നു. കേൾക്കണം സ്വർഗീയ നല്ല ദൈവമേ. ആമേൻ.